മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ തമിഴ്നാട്ടിലെ കാർഷിക മേഖല ആശങ്കയിൽ. ജലവിതരണം മുടങ്ങിയതോടെ 5 ജില്ലകളിൽ കടുത്ത ജലക്ഷാമമാണ് നേരിടുന്നത്. റിപ്പോർട്ട് കാണാം. ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞത് തിരിച്ചടിയായത് തമിഴ്നാടിനാണ്. മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്തിരുന്ന തമിഴ്നാട്ടിലെ തേനി, മധുര, ദിണ്ടിക്കൽ, രാമനാഥപുരം, ശിവഗംഗ എന്നീ ജില്ലകളാണ് കടുത്ത വറുതിയിലായിരിക്കുന്നത്. മുല്ലപ്പെരിയാറ്റിലെ ജലത്തെ മാത്രം ആശ്രയിച്ച് തേനി ജില്ലയിൽ മാത്രം 14,700 ഏക്കറിലാണ് കൃഷി ഇറക്കിയിരുന്നത്. മഴ കനക്കുന്ന ജൂൺ മാസത്തിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. ഇത്തവണ ജലനിരപ്പ് കുറവായതിനാൽ ഇതുവരെ തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടാൻ കഴിഞ്ഞിട്ടില്ല. ജലനിരപ്പ് സംഭരണശേഷിയിലുണ്ടായിരുന്ന സമയത്ത് ആസൂത്രണമില്ലാതെ ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് തമിഴ്നാട്ടിലെ കർഷകർ ആരോപിക്കുന്നത്. ஜூன் 1ஆம் தேதி தண்ணி திறந்து விடுவாங்க வழக்கமாக, எப்போ எந்த வருஷமெல்லாம். அதை நம்பி நாங்கள் இந்த பல ஏக்கர் நிலங்களை உழவடை செஞ்சு விவசாயம் நாற்று போட்டு அதை அடுத்த ஒரு மாதத்தில் விவசாயத்துக்கு பயன்படுத்துவோம். பல லட்சக்கணக்கான மக்கள் இந்த விவசாயத்தை நம்பி இருக்குது. அந்த விவசாயத்தை நம்பி இருக்க மக்களுக்கு புறமே இப்போ வாழ்வாதாரமே இந்த விவசாயம்தான். இது இப்போ தண்ணி போதிய மழை இல்லாததுனால மேலே டேம்பில் தண்ணி இல்லைன்னு தண்ணி திறந்து விடலை. இன்னொரு போகத்துக்குமே தண்ணி கிடைக்குமான்ற சந்தேகத்தில் இருக்கும். மழை பேஞ்சாத்துன்னு சொல்கிறாங்க. அப்போ இந்த விவசாயம் பாதிக்கிறதுனால தேனி மக்கள் பூராமே ரொம்ப கஷ்டத்தில் இருக்கும். വെള്ളം കിട്ടാത്തത് മൂലം വയലുകളിൽ കൃഷി ഇറക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 152 അടിയായി ഉയർത്തിയാൽ മാത്രമേ വരൾച്ച മറികടക്കാൻ കഴിയൂവെന്നാണ് കർഷകർ പറയുന്നത്. ജലക്ഷാമം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്ന പല കുടുംബങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുമാണ്. അതിനിടെ വരുന്ന ഓണക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന വിഭവങ്ങളുടെ ക്ഷാമം ഉണ്ടായേക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തിട്ടുണ്ട്. ജനം, ഇടുക്കി.